നമ്മൾ പലപ്പോഴും നമ്മളെ മെയിലെല്ലാം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കാണുന്നൊരു വാർണിംഗ് മെസ്സേജാണ് നമ്മുടെ അക്കൗണ്ട് സ്റ്റോറേജ് ഈസ് ഫുള്ള്. അപ്പോൾ നമ്മൾ ആലോചിക്കും നമുക്ക് ഇത്രയും മെയിൽസ് ഒന്നും വരുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നമ്മളെ ഇതെല്ലാം ഫുള്ളായത്, അക്കൗണ്ട് ഫുള്ളായതെന്ന്. അപ്പം ഇത് കുറേ പേർക്ക് അറിയാം എന്തുകൊണ്ടാണെന്ന്. ഇനിയും അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, നമ്മുടെ ജിമെയിൽ ഓപ്പൺ ചെയ്യാം. അന്നേരം നമ്മൾ കാണും ഈ അക്കൗണ്ട് സ്റ്റോറേജ് ഈസ് ഫുൾ എന്നുള്ളൊരു വാർണിംഗ് മെസ്സേജ്. അതിൻ്റെ താഴെയായിട്ട് രണ്ട് ഓപ്ഷൻ ഉണ്ടാകും. ഒരു സ്റ്റാർട്ട് ട്രയൽ ഉണ്ടാകും, ക്ലീൻ അപ്പ് സ്പേസും ഉണ്ടാകും. ഈ സ്റ്റാർട്ട് ട്രയൽ എന്ന് പറഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാനൊക്കെ ഉള്ളതാണ്, കൂടുതൽ സ്റ്റോറേജ് വാങ്ങാനുള്ള ഓപ്ഷൻസ് ഒക്കെയാണ് വരിക. അതിന് പകരം നമ്മൾ ക്ലീൻ അപ്പ് സ്പേസിൽ പോവുക. അപ്പോൾ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോറേജിൻ്റെ വിവരങ്ങളെല്ലാം കാണാം. നമ്മൾ എത്ര ശതമാനം സ്റ്റോറേജ് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 15 GB ആണ് ഉണ്ടാക്കുക. ആ 15 GB നമ്മൾ എത്ര ഉപയോഗിച്ച് കഴിഞ്ഞു, അതിനകത്ത് തന്നെ എവിടേക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് നഷ്ടമായത്, നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞത്. അപ്പോൾ അതിവിടെ നമുക്ക് ഗൂഗിൾ ഫോട്ടോസ് ഉണ്ടാകും, ഗൂഗിൾ ഡ്രൈവ് ഉണ്ട്, അങ്ങനെ ഓരോരോ ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഫീച്ചേഴ്സ് ഉണ്ട്. അതിനകത്തൊക്കെയുള്ള സ്പേസുകൾ എത്രമാത്രം നമ്മൾ യൂസ് ചെയ്തെന്നുള്ള വിവരങ്ങൾ നമുക്ക് അവിടെ കാണാം. നമുക്കിപ്പോൾ ഈ ഫോട്ടോസ്, എനിക്കിവിടെ ഗൂഗിൾ ഫോട്ടോസാണ് ഏറ്റവും കൂടുതൽ ഉപയോഗമായിട്ടുള്ളത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഗൂഗിൾ ഫോട്ടോസിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് അപ്പം എനിക്ക് അവിടെ കാണാം എൻ്റെ സ്റ്റോറേജിലുള്ള എല്ലാ മീഡിയാസും എനിക്ക് അവിടെ കാണാം. അപ്പോൾ എനിക്ക് ഈ മീഡിയാസ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഈ ഡൗൺലോഡിൽ പോയിട്ട് എല്ലാം ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതെല്ലാം എനിക്കിതൊന്നും വേണ്ട എങ്കിൽ മൂവ് ടു ട്രാഷ് ക്ലിക്ക് ചെയ്തിട്ട് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം. ഇങ്ങനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുമ്പം നമ്മൾ തിരിച്ച് നമ്മുടെ സ്പേസിലേക്ക് എത്ര യൂസ് ചെയ്തെന്നുള്ളതിലേക്ക് വന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നമ്മളെ സ്പേസ് കൂടിയത്. അപ്പം ഇങ്ങനെയാണ് ഒരു മെത്തേഡ്, നമുക്ക് നമ്മളെ സ്പേസ് തിരിച്ച് കിട്ടാനുള്ള, സ്റ്റോറേജ് തിരിച്ച് കിട്ടാനുള്ള ഒരു മെത്തേഡാണ് ഇത്.